ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കപ്പയും മത്തിയും കുഴച്ചതാണ്. അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കപ്പ മഞ്ഞൾ പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മത്തി മഞ്ഞൾ പൊടി ഉപ്പും കൂടെ ഇട്ട് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളൊക്കെ കുടഞ്ഞ് കളഞ്ഞ് മാംസം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ, ഒരു 1/4 മുറി തേങ്ങ, ഒരു പിടി ചുമന്നുള്ളി, ഒരു 5-6 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി. ഇത് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് ഒരു വെളുത്തുള്ളിയാണെങ്കിലും ഒരു വെളുത്തുള്ളി മതി കേട്ടോ. ഇത് വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മുടെ അരപ്പ്, മിക്സിക്കകത്ത് ചതച്ചെടുത്ത അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പ് എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് അതിൻ്റെ പച്ചമണം മാറണം. അതുവരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ മാംസം മുള്ളൊക്കെ മാറ്റി വെച്ചൊന്ന് മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ആവശ്യത്തിന് ഇപ്പോൾ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ട്, ചെറിയ മത്തി ആയതുകൊണ്ട് വലിയ മുള്ളൊന്നുമില്ല. വലിയ മത്തിയാണെങ്കിൽ വലിയ മുള്ളൊക്കെ നമുക്ക് ഇതിനകത്ത് വരും. അത് കഴിഞ്ഞ് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും മത്തിയും കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.